ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീരാ വ്ളോഗ്സ്. നമ്മൾ ഇന്ന് പോകുന്നത് കോട്ടയം ലുലുവിലോട്ടാണേ. കുറേ ദിവസം കൊണ്ട് പറയാം ലുലു പോവാണ്. ഞങ്ങൾ നോർമൽ പോവാറ് ട്രിവാൻഡ്രം ലുലു ആണ്. കാരണം എൻ്റെ വീട് പത്തനംതിട്ട ആയതുകൊണ്ട് എനിക്ക് അടുത്ത ട്രിവാൻഡ്രം ലുലു ആണ്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം എറണാകുളം ലുലു ഉണ്ട്, പിന്നെ കോട്ടയം ഉണ്ട്. ഇതിൽ എറണാകുളത്ത് നമുക്ക് അധികം കയറാൻ പറ്റാറില്ല, കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഏർലി മോർണിംഗ് ഇറങ്ങും. ആ ടൈമിൽ ലുലു ഓപ്പൺ ആവത്തില്ല. പിന്നെ ഒരു 12 മണിക്ക് ശേഷമൊക്കെയാണ് നമ്മൾ കോട്ടയത്ത് എത്താറ്. അപ്പോൾ ആ സമയം നമ്മൾ കൂടുതലും കോട്ടയം ലുലു കയറും. നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ട്രിവാൻഡ്രം ലുലു ആണ്. ഈ 3 ലുലു കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ബെറ്റർ എറണാകുളം ലുലു കേട്ടോ. അതാണ് കുറച്ചുകൂടെ ബിഗ്. പിന്നെ കോട്ടയം ചെറുതാണ്, പക്ഷെ നമ്മളിതിൽ ഷോപ്പിങ്ങിനൊന്നും അല്ല പോകുന്നത്. ഷോപ്പ് ചെയ്യും, എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളല്ലാതെ നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ലുലുന്ന് ഷോപ്പ് ചെയ്യാറില്ല. കൂടുതൽ ഫൺ ടൂറ കയറാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിള്ളേർക്ക് അതാണ് ഇഷ്ടം. ലുലുവിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് എന്താ തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ലുലുവിൽ കയറാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും പോയിട്ടില്ല. നമ്മൾ ആ വഴിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ലുലു കയറും. അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് പോവാറ്. അതുകൊണ്ട് തന്നെ അധിക നേരം നമ്മൾ ലുലു സ്പെൻഡ് ചെയ്യത്തില്ല കേട്ടോ. ഒരു 1 hour അല്ലെ 1.5 hour അത്രയൊക്കെ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. അത്രയൊക്കെ മതി ഫൺ ടൂറിലുള്ള കളി. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കും. പോരാൻ അവർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല, പക്ഷെ നമ്മൾ നിർബന്ധിച്ച് അവരെ കൊണ്ടുവരും. അപ്പം നമ്മൾ പേയ്മെന്റ് അടച്ചത് കംപ്ലീറ്റ് ആയി കാണത്തില്ല. പക്ഷേ അത് നമുക്ക് അടുത്ത തവണ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് പോയാലും വേണ്ടില്ല, നമുക്ക് ആ റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. ആ കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നല്ലൊരു ബെനിഫിറ്റ് ആണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ലുലു കയറി കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവുന്ന വഴി അറിയത്തില്ല. ലുലു കയറുന്നത് വരെ പറയും, അമ്മേ ഫൺ ടൂറ മാത്രം മതി, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം, പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം, അച്ഛനും അമ്മയും ഫുഡ് കരുതി വെച്ചിട്ടുണ്ട്, നമുക്ക് അത് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലുലു കയറുന്നത്. കയറി കുറച്ച് സമയമൊക്കെ കളിച്ച് ക്ഷീണമായാൽ പറയും, എനിക്ക് ഭയങ്കര വിശക്കുന്നമ്മേ, KFC വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും. അങ്ങനെ പോയി ഫുഡൊക്കെ കഴിക്കും. ഫുഡൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാറുമ്പോൾ ഞാൻ പറയും, ഭാര്യമാരുടെ സ്വഭാവം, ഏട്ടാ നമുക്ക് ഇതുവഴി പോകണം, നമുക്ക് ഇതുവഴി പോയാൽ മതി, എന്തായാലും വന്നതല്ലേ, ചുമ്മാ ഒന്ന് കയറി കണ്ടിട്ട് പോവാന്ന്. നമുക്ക് കാണുമ്പോഴാണല്ലോ സ്ത്രീകൾക്ക് വാങ്ങാനുള്ള ടെൻഡൻസി കൂടുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും മേടിക്കണ്ട. അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് നടത്തും. അങ്ങനെയാണ് ഈ ഷോപ്പിങ്ങിലോട്ടുള്ള വഴി. അല്ലാതെ ലുലു ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ പോവാറേ. ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം ഷോപ്പിംഗ് വീഡിയോസ് ഒന്നും എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഷോപ്പിംഗ് വീഡിയോ, ഫുഡ് കഴിക്കുന്ന വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും എനിക്കൊരു താല്പര്യമില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ കണ്ടാൽ പോരെ, അതിന് നമ്മൾ നാട്ടുകാരെ കാണിക്കണം, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുന്ന ഫോട്ടോസ് വരെയൊക്കെ ഞങ്ങൾ എടുക്കാം. പക്ഷെ ഫുഡ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലുള്ള ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ എടുക്കത്തില്ല. കഴിക്കുന്ന വീഡിയോസും എടുക്കത്തില്ല. കാരണം ഇപ്പം ഈ വീഡിയോസ് കാണുന്നത് ഒരുപാട് പേര് കാണുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആ ലെവലിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നവരുണ്ട്. ഒരുപാട് പേര് ആ ലെവലിൽ ഫുഡ് കഴിക്കാൻ പറ്റാതെ, ഒന്നും കിട്ടാതെ പട്ടിണി എടുക്കുന്ന ആൾക്കാർ ഇന്നും കാണും. അപ്പൊ അവരുടെ മൈൻഡിൽ എന്താ തോന്നുകയെന്ന് അറിയത്തില്ല. നമുക്കും അതൊരു ഫീലല്ലേ. അങ്ങനെയുള്ള എൻ്റെ മനസ്സിന്റെ ചിന്താഗതി ആയിരിക്കാം, എല്ലാവർക്കും അത് കാണത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചിന്തയുള്ളത് കാരണം ഞാൻ ഒരിക്കലും ഫുഡ് കഴിക്കുന്നതിന്റെ വീഡിയോയോ ഷോപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താറില്ല. നിങ്ങളിവിടെ കാണുന്നില്ല, ഇവിടെ ഭയങ്കര കളിയാ. കളിച്ചിട്ടും മതിയാവുന്നില്ല. പിന്നെ കല്യാണിക്കുട്ടിയുടെ ഒരു എന്താ പറയാ ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ടോയ് പിക്കിംഗ് ഗെയിം. അത് ഞാൻ തീരെ സമ്മതിച്ചു കൊടുക്കാറില്ല. ചില സമയത്തൊക്കെ കരയും കേട്ടോ. വല്ലപ്പോഴും ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഏത് മാളിൽ പോയാലും ടോയ് പിക്കിംഗ് ഗെയിം ഉണ്ട്. ചുമ്മാ പറ്റിപ്പാന്നേ. പൈസയും പോവും, ടോയ് കിട്ടുമോ അതോ ഇല്ല. ഞാൻ പറയാം, ആ സമയം കൊണ്ട് നിനക്ക് ഏതെങ്കിലും റൈഡിൽ കയറി കളിച്ചോ. അപ്പൊ കളിച്ചോന്നെങ്കിലും ആവും. ഇത് ചുമ്മാ വെറുതെ പൈസ കൊണ്ട് കളയണോ? ഇത് കണ്ടില്ലേ ഗൈസ്, കാർ ഓടിക്കാൻ അറിയാത്ത ഞാൻ കാർ ഓടിക്കുകയാണ്. എൻ്റെ അപ്പൂസ് എപ്പോഴും എൻ്റെ വണ്ടി ഇടിച്ചോണ്ടിരിക്കുക. മേമയുടെ ഡ്രൈവിംഗ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ ഇടിക്കുന്നത്. അവൻ ഇടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഓടിക്കാൻ പറ്റാത്തതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. എപ്പോഴും ഇടിയോടിടിയ.
ഇത്രയൊക്കെ വിശേഷമേ ഉള്ളൂ കേട്ടോ. കൂടുതൽ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല ബെല്ലൈക്കനോട് അമർത്താം. ബെല്ലൈക്കൺ അമർത്തിയാലേ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.